നിങ്ങളുടെ വികാരിയച്ഛൻ പ്രസംഗം പറയാറില്ലെന്ന് തോന്നുന്നു അല്ലേ? ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായത്തിൽ ജോവാഷ് എന്ന ഒരു രാജാവിൻ്റെ കഥയുണ്ട്. അന്നത്തെ പ്രവാചകൻ ഏലീശ പ്രവാചകനായിരുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് വിജയം നേടുവാനായിട്ട് പ്രാർത്ഥിക്കുവാനൊക്കെ രാജാക്കന്മാർ പ്രവാചകൻ്റെ അടുത്ത് വരുമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും യുദ്ധം ചെയ്യണമോ എന്ന നിർദ്ദേശമൊക്കെ ലഭിക്കുവാൻ വേണ്ടി. അങ്ങനെ ജോവാഷ് ഏലിയ പ്രവാചകൻ്റെ അടുത്ത് വന്നു. സ്ത്രീയുമായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെടുവാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ജോവാഷ് രാജാവ്. അപ്പോൾ അറിയേണ്ടത് യുദ്ധം ചെയ്താൽ ജയിക്കുമോ എന്നതാണ്. അപ്പോൾ എലീശ പറഞ്ഞു, നീ നിന്റെ കൊട്ടാരത്തിൻ്റെ കിളിവാതിൽ തുറക്കുക, തെക്ക് ഭാഗത്തേക്ക് അമ്പെയ്യുക. അവൻ ചെയ്തു. അപ്പോൾ ഏലിയ പ്രവാചകൻ പറഞ്ഞതുപോലൊക്കെ ചെയ്തു. ഏലിയ പറഞ്ഞു, നിന്റെ വില്ല് നീ നിലത്ത് അടിക്കുക. അപ്പോൾ വില്ല് നിലത്തടിച്ചു. പക്ഷെ 3 പ്രാവശ്യം അടിച്ചിട്ട് അവനത് നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഏലിയ കോപിച്ചു, പറഞ്ഞു, നീ 3 പ്രാവശ്യം മാത്രമേ ഈ സിറിയക്കാരെ തോൽപ്പിക്കുകയുള്ളൂ, നിശേഷം തോൽപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല. ഏലിയ ഉദ്ദേശിച്ച ഇതാണ്, ആ വില്ല് ഒടിയുന്നത് വരെ നിലത്തടിക്കണമെന്നായിരുന്നു. എന്നാൽ അത് നിർത്തിക്കളഞ്ഞതുകൊണ്ട് അവൻ വിജയിക്കില്ല. യുദ്ധത്തിൽ 3 പ്രാവശ്യമേ വിജയിക്കുള്ളൂ, പിന്നീട് വിജയിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ നിശേഷമായിട്ട് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് ഏലീഷ അവനോട് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. സ്ഥിരോത്സാഹമില്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, പക്ഷേ വിജയത്തിന് അടുത്തെത്തി എത്രയോ കാര്യങ്ങൾ നിർത്തിക്കളഞ്ഞു. പരിശ്രമിക്കുന്നവരാണ്, പക്ഷേ വിജയം കാണുന്നതുവരെ പരിശ്രമിക്കുവാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ്, സ്ഥിരോത്സാഹമുണ്ടാകുമ്പോഴാണ് നീ വിജയിക്കുക. പലപ്പോഴും വിജയത്തിൻ്റെ അരികെ എത്തിയിട്ട് വിട്ടുകളഞ്ഞ എത്രയോ നിമിഷങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എന്നിട്ട് പരാജയപ്പെടുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു. ചിലപ്പോൾ ഭാര്യയെ കുറ്റം പറയും, സാഹചര്യങ്ങളെ കുറ്റം പറയും, ചിലപ്പോൾ ഭർത്താവിനെ കുറ്റം പറയും, മക്കളെ കുറ്റം പറയും. അപ്പോൾ എൻ്റെ സ്ഥിരോത്സാഹമില്ലാത്ത മനോഭാവത്തിന് മറ്റുള്ളവരെ ഞാൻ കുറ്റപ്പെടുത്തും. ഈശോ പറഞ്ഞതും ഇതുതന്നെയാണ്. നീ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റം കാണുന്നത് വരെ നീ ചെയ്യണം. ചിലപ്പോൾ നീ പരാജയപ്പെട്ടേക്കാം, മറ്റുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. പലപ്പോഴും മറ്റുള്ളവർ പറയും, നിനക്ക് മറ്റു ജോലിയൊന്നുമില്ലേ, അപ്പോൾ പിന്നോട്ട് വലിച്ചേക്കാം, അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തിയേക്കാം. അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള കാര്യമാണ്. പക്ഷേ നീ വിജയിക്കുമ്പോഴാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിജീവിക്കുമ്പോഴാണ്, ഓ അവൻ വിജയിച്ചു, ആ വിജയത്തിൽ പങ്കുകൊള്ളാനായിട്ട് എല്ലാവരും വരും. നിന്റെ പരാജയത്തിൽ പങ്കുകൊള്ളാനായിട്ട് ഒരുത്തനെങ്കിലും വന്നിട്ടുണ്ടോ? ചിലപ്പോൾ നിന്റെ പരാജയത്തിൽ പങ്കെടുക്കാനായിട്ട് നിന്റെ ഭാര്യ പോലും ഉണ്ടാകില്ല, നിന്റെ ഭർത്താവ് അടുത്തുണ്ടാകില്ല, നിന്റെ മക്കൾ പോലും ഉണ്ടാകില്ല. എന്നാൽ നീ വിജയിക്കുമ്പോൾ ആ വിജയത്തിൻ്റെ മധുരം നുകരാനായിട്ട് എല്ലാവരും വരും. അതാണ് ജീവിതമെന്ന് പറയുന്നത്. പക്ഷേ വിജയിക്കണമെങ്കിൽ നീ വിചാരിക്കണം, നിനക്ക് സ്ഥിരോത്സാഹമുണ്ടായെങ്കിൽ നീ വിജയിക്കുകയുള്ളൂ. അതാണ് യേശു നമ്മോട് പറയുക. ഒരു സീറോ ഫിനിഷ്യൻ സ്ത്രീയുടെ കഥ നിങ്ങൾ വായിക്കുന്നുണ്ട്. അവളുടെ മകള് പിശാച് ബാധിച്ചു തീയിൽ വീഴുന്നു, വെള്ളത്തിൽ വീഴുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു. അവൾ പിശാചിനെ ഒഴിപ്പിക്കുന്ന പലരോടും ചെന്ന് പറഞ്ഞു, പക്ഷെ അവർക്കൊന്നും സാധിച്ചില്ല. അവസാനം യേശുവിൻ്റെ അടുത്ത് അവൾ വരികയാണ്. അപ്പോൾ യേശു പറയുകയാണ്, മക്കൾക്കുള്ള അപ്പമെടുത്ത് പട്ടിക്കിട്ട് കൊടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് നീ പൊക്കൊള്ളുക, നിനക്ക് ഇപ്പം ചെയ്തു തരാൻ എനിക്ക് സാധിക്കത്തില്ലെന്നാ കർത്താവ് പറഞ്ഞു. പക്ഷെ അവൾ വിട്ടില്ല. അവൾ പറഞ്ഞു, കർത്താവേ നീ പറഞ്ഞത് ശരിയാണ്,
മേശപ്പുറത്ത് നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് പട്ടികൾ ജീവിക്കാറുണ്ട്. എനിക്ക് നിന്റെ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന വലിയ അപ്പക്കഷ്ണമൊന്നും എനിക്ക് വേണ്ട. പക്ഷേ ആ മേശയിൽ നിന്ന് വീഴുന്ന പൊടിയുണ്ടല്ലോ, നീ എറിഞ്ഞു കളയുന്ന പൊടി, അത് മതി എന്ന് പറയാം. വലിയ അപ്പക്കഷ്ണമൊന്നും എനിക്ക് വേണ്ട, നിന്റെ വലിയ അത്ഭുതങ്ങളൊന്നും നീ എനിക്ക് ചെയ്യണ്ട. പക്ഷേ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ മകൾ സുഖപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. നോക്കുക, യേശു അവളെ പറഞ്ഞു വിടാൻ ശ്രമിച്ചിട്ട് പോലും അവൾ പോയില്ല. അവൾക്ക് പോകാമായിരുന്നില്ലേ? ഇവനിങ്ങനെ എന്നെ പറഞ്ഞു ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു പോയില്ല. അത് നിഷേധാത്മകമായ അനുഭവമാണ്. പക്ഷേ ആ ഗ്രീക്ക് വനിത അല്ലെങ്കിൽ യഹൂദ അല്ലായിരുന്ന അവള് കർത്താവിനെ വിട്ടില്ല. കർത്താവിൽ നിന്ന് കിട്ടുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ട് അത് കിട്ടുന്നത് വരെ പോകുള്ളൂ എന്നുള്ള ഒരു ധൈര്യം അവൾക്കുണ്ടായിരുന്നു. കിട്ടിയിട്ടേ പോകുള്ളൂ എന്ന് പറയില്ലേ, അതാണ് വിജയം എന്ന് പറയുന്നത്. അവൾക്ക് കിട്ടി, ചോദിച്ചതല്ല, കിട്ടുന്നത് വരെ ചോദിക്കാനുള്ള ഒരു മനസ്സാണ് ആ സീറോ ഫിനിഷിംഗ് സ്ത്രീക്കുണ്ടായിരുന്നത്. പലപ്പോഴും നമുക്കില്ലാത്തത് അതാണ്. നമ്മളുടെ പ്രാർത്ഥനയും വ്യർത്ഥമായി പോകുന്നത് അതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, ഒരു സ്ത്രീ ചെന്ന് ഒരു ജഡ്ജിനോട് പറയുകയാണ്, നീതി നടത്തിക്കൊടുക്കേണ്ടവനോട് പറയുകയാണ്. പക്ഷെ അവൻ നീതി നടത്തി കൊടുക്കുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. പക്ഷെ അവൾ വിടാനായിട്ട് ഭാവമില്ല. അവളിങ്ങനെ തുടരെയായിട്ട് വന്നു, എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ പോകുള്ളൂ എന്നൊരു വാശി. ഞാനും നിങ്ങളുമൊക്കെ വാശി കാണിക്കാറുണ്ട്. പക്ഷേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല വാശി കാണിക്കേണ്ടത്. നിന്റെ ജീവിതത്തിൽ വിജയിക്കും, ഞാൻ തളരില്ല എന്ന് പറയാനാണ് വാശി കാണിക്കേണ്ടത്. എന്നാ കാണിച്ചാൽ അല്ലേ എന്നുള്ള ആ വാശിയാണ്. അപ്പോഴാണ് നിന്റെ വാശി അത് പോസിറ്റീവായിട്ട് മാറാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചോദിക്കുകയല്ല, കിട്ടുന്നത് വരെ ചോദിക്കാനായിട്ട് പഠിക്കുമ്പോഴാണ് നിനക്ക് കിട്ടുക. അപ്പോൾ യേശു പറയുന്നുണ്ട്, മുട്ടുവിൻ തുറക്കപ്പെടും. നീ മുട്ടണം, പക്ഷേ തുറന്ന് കിട്ടുന്നത് വരെ മുട്ടാനുള്ള സ്ഥിരോത്സാഹം നിന്റെ ജീവിതത്തിൽ കാണിക്കുമ്പോഴാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടാവുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാവുക, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുക. ഈ സ്ഥിരോത്സാഹമാണ് നിന്റെ പരാജയത്തിന് അതീതമായി, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് അതീതമായി, മറ്റുള്ളവരെ നിന്നെ പിടിച്ചു വലിക്കുന്ന പുറകോട്ട് വലിക്കുന്നവർക്ക് അതീതമായിട്ട് നിൽക്കാനുള്ള നിന്റെ ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നിന്റെ ഉള്ളിൽ നിന്ന് വരണം, മറ്റുള്ളവരിൽ നിന്ന്. അപ്പോൾ പ്രചോദനം എന്ന് പറയുന്നത് നീ നിന്നെ പ്രചോദിപ്പിക്കുന്നതാണ്. അപ്പൊ നീ നിന്നെ പ്രചോദിപ്പിക്കാനായിട്ട് നിനക്ക് സാധിക്കുമ്പോഴാണ് ആ പ്രചോദനം നിലനിൽക്കുക. ആ പ്രചോദനം ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, അത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ടതല്ല. ഇങ്ങനെ നിന്നെ തന്നെ പ്രചോദിപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകുമ്പോഴാണ് നിനക്ക് സ്ഥിരോത്സാഹത്തോടുകൂടി ചോദിക്കാനായിട്ട് സാധിക്കുക, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക. അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ.